നമസ്കാരം, ഞാൻ വിനീത് മംഗലത്ത്. അടുത്ത പ്രദോഷ വ്രതം വരുന്നത് 2026 മെയ് മാസം 28-ന് വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഗുരുപ്രദോഷം എന്ന് പറയപ്പെടുന്നു. ശിവഭഗവാന്റെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് പ്രദോഷ വ്രതം. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുകയും കുടുംബത്ത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീണ്ടെടുക്കാനും സഹായകരമാകുന്ന ഒരു വ്രതമാണ്. ശത്രു നിമിത്തമുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പോലും പ്രദോഷ വ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണ്. പൂർണ്ണമായിട്ടും ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇതാണ് പ്രദോഷ വ്രതത്തിന്റെ പ്രാധാന്യം. പ്രദോഷ വ്രതം വരുന്നത് ത്രയോദശി തിഥിയിലാണ്. ത്രയോദശി തിഥിയിൽ പ്രദോഷ വ്രതം വരുന്നു. ആ വ്രതം നമ്മൾ നോക്കുമ്പോൾ തലേ ദിവസം മുതൽ മത്സ്യമാംസാദികളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു നേരം അരിയാഹാരം എന്ന കണക്കിൽ വ്രതമെടുക്കാം. പ്രദോഷ വ്രതത്തിന്റെ അന്ന് സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജ കണ്ട് തൊഴുമ്പോഴാണ് ഈ വ്രതം പൂർത്തിയാവുന്നത്. ഇതാണ് പ്രദോഷ വ്രതത്തിന്റെ പ്രാധാന്യം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജാതക സംബന്ധമായിട്ടുള്ള ഗ്രഹനില സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഒരു കാര്യം കൂടി, ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രദോഷ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രാധാന്യം ഇതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.